എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI നേതാവിന് കുത്തേറ്റ സംഭവം അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള സമിതി അന്വേഷിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ പ്രതിയായ വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് തല നടപടിയുണ്ടാകും. സംഘർഷത്തിന് പിന്നാലെ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ശ്യാംകുമാർ, വിദ്യാർത്ഥി സംഘർഷം കൊണ്ട് വീണ്ടും കലുഷിതമാകുന്നു മഹാരാജാസ് കോളേജ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കേസിൽ രണ്ടുപേരല്ല ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. സുഹൈലെ, മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചുകൊണ്ട് കോളേജിൽ തീരുമാനം പുറത്തു വന്നിരിക്കുന്നു. കോളേജും ഹോസ്റ്റലും അടച്ചുകൊണ്ടാണ് തീരുമാനം. ഇന്ന് പുലർച്ചെയാണ് കോളേജിനുള്ളിൽ വെച്ച് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റായ വിദ്യാർത്ഥി കത്തിക്കുത്തിന് ഇരയായത്. ഇതേ തുടർന്ന് ആണ് ഉണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയായിട്ടാണ് കോളേജ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ ഉൾപ്പെടെ ഒരു യോഗം കോളേജിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. കൂടുതൽ നടപടികൾ അന്വേഷണത്തിന് ശേഷം അറിയിക്കുമെന്നുള്ളതാണ് കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ള അവർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് കേസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. 15 പേരെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു. കണ്ടലറിയാവുന്ന 5 പേർ കൂടി FIRൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. കേസ് അന്വേഷണം തുടരുകയാണ്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 2 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സുഹേ, ശരി. ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശം നൽകിയത്. ആയുധം കൊണ്ടല്ല, ആദർശം കൊണ്ട് ഏറ്റുമുട്ടുമ്പോഴാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം ഉദാത്തമാകുന്നത്.